തല കാണിച്ചെടുത്തേ. ഇതെന്താണ് തലയിൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കേട്ടോ ഏട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ എങ്ങോട്ടേക്ക് പോവാനാണ് റെഡിയായി നിൽക്കുന്നത്? ഹോട്ടലല്ല ഗൈസ്, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളല്ല, ഒരു 3-4 മാസമല്ലേ, 3-4 മാസങ്ങൾക്ക് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് അല്ലേ? എങ്ങോട്ടേക്കാ പോകുന്നേ? അല്ല, എങ്ങോട്ടേക്കാ പോകുന്നേ? നമ്മുടെ തൊട്ടടുത്ത് മൂന്നാറ് വരെ നമ്മൾ പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ മൂന്നാർക്ക് പോവാണ്. ഞങ്ങൾ മൂന്നാറ് മാത്രമല്ല, വേറെ കുറച്ച് പേരും കൂടി ഉണ്ട് അല്ലേ? അപ്പൊ മിണ്ടോ അവരോട്? മിണ്ടോ? മിണ്ടിയില്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുക, നിങ്ങളെല്ലാരും കാണും അല്ലേ? അമ്മക്കുട്ടിയുടെ ഡ്രസ്സ് കാണിച്ചേ. എന്നിട്ട് അമ്മക്കുട്ടിയുടെ ഡ്രസ്സ് ശരിക്കും കാണുന്നില്ല. അമ്മക്കുട്ടിയുടെ വാവ് സൂപ്പർ. പുറത്തിറങ്ങിയിട്ട് കാണിച്ചതല്ലേ? അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. എനിക്ക് വേണ്ട. ഉണ്ടംപൊരി എനിക്ക് വേണ്ട. എന്താ മേടിക്കാൻ പോവാ? അന്ന് എനിക്കും വേണം. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത് ആമിക്കുട്ടി? എടാ ആമി പറടാ. ആമിക്കുട്ടി ഉറങ്ങാണ് ഗൈസ്. നമ്മളിന്ന് മൂന്നാറ് പോയിട്ട് കുറേ നാളായിട്ടോ. അപ്പൊ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഇന്ന് നമ്മൾ മൂന്നാർക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് മൂന്നാർക്ക് പോയാലോ? ആമിക്കുട്ടി നല്ല ഉറക്കമാണ്, ആമി ഉറങ്ങട്ടെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. ഞങ്ങൾ കുറച്ച് നേരമായി ഇറങ്ങിയിട്ട്, ഒരു 6:30 അപ്പോൾ ഇറങ്ങി തോന്നണം. അപ്പൊ ഏട്ടനാണെങ്കിൽ ഈ സമയത്ത് ഇറങ്ങേണ്ട, നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കട്ടി മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. എന്തെങ്കിലും സ്നാക്സ് മേടിച്ചിട്ട് വരാം. ഇത് അലാറം ഓണാക്കി വെച്ചേക്കാം, അത് ഓഫാക്കുക, പെർമനന്റ് ആയിട്ട് ഓഫാക്കുക, എല്ലാം ഓസ് അടിക്കത്. നമ്മളങ്ങനെ സ്നാക്സ് വാങ്ങിച്ചു. ഞങ്ങൾ ഇത് ഇപ്പം കഴിക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരോടും ഒരുമിച്ച് എത്തിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളവർ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ വയറ് സമ്മതിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടംപൊരി മേടിച്ചു. ഞാൻ പറയണേ, അവര് എന്നെ കളിയാക്കണേ. എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ടംപൊരി. മധുരം കുറവാ, കുഴപ്പമില്ല. സൂപ്പർ. വേണോ? സെറ്റിങ്സ് ആമിയുടെ ടാബിൽ എല്ലാ ദിവസം 7:30 ആകുമ്പോൾ കറക്റ്റ് 6 അടിക്കും. അത് 7:00 എഴുന്നേക്കോ അതുമില്ല. എന്തൊക്കെ കഴിക്കണം? കഴിച്ചോ? ഡോണറ്റ് അല്ല കേട്ടോ, അത് ഡോണറ്റാണോടാ? അത് ഡോണറ്റാണോടാ? ഡോണറ്റാണോടോ? അല്ല, സവാള. അതെന്തോടെയാണ്? സവാള അല്ലേ? സവാള സവാള വട. ഉണ്ടംപൊരിയല്ല, ഉഴുന്നുവട വരാൻ പഠിക്കും. സുന്ദരനാണ്. അയ്യോ, എൻ്റെ മുഖത്തെ വീർത്തിരിക്കണ്ടല്ലോ, വണ്ണം വെച്ചത്. ഞങ്ങള് പോസ്റ്റാണ്, കുറച്ചുകൂടി നേരിട്ട് ഇറങ്ങിയത്. നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കണല്ലേ സവാള. അയ്യോ, എനിക്ക് എല്ലാം കൂടി ഇത്രയും സാധനം മേടിച്ച് സവാള വട, ഉണ്ടംപൊരി,
പരിപ്പട. എനിക്ക് സവാള എനിക്ക് ഇഷ്ടമല്ല. ഒരു സവാള വേണ്ട, ഇഷ്ടമായിരുന്നു. അല്ല അതാ ഇവിടെ നല്ല വ്യൂ. ആ ഫുഡ് കഴിക്കാം. ഇത് കണ്ടോ ഗൈസ്, എന്താന്ന് മനസ്സിലായടാ? ടിഷ്യൂ ആടാ, ദേമ്പാടി ടിഷ്യൂ കണ്ടോ അറേഞ്ച് ചെയ്തേക്കണേ. പാട്ട് വെക്കിട്ടാ തലമാതി നിക്കണേട്ടാ. തേയിലത്തോട്ട് നോക്കടാ. തേയിലത്തോട്ട് നോക്കാം. ആ സ്ഥലത്തല്ലേ? ഓക്കെ ഓക്കെ. പോയത് ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. അതെ 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 അതെ. എടാ അവിടെ നിന്നിട്ട് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓർക്കുന്നുണ്ടോ? ചായ വെച്ച് കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ വെച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഞങ്ങൾ എല്ലാം എടുത്തോണ്ടിട്ട് ചായ വെച്ചു. പക്ഷെ ചായ ആയില്ല. ചായ ആയില്ല. കൊറേ അട്ടകളുണ്ടാകും ഇവിടെ, കൊറേ കരിമൂർക്കം പാമ്പുണ്ടാവും ഇവിടെ. അപ്പൊ നമ്മള് ഒരു മൂന്നാർ എത്തിയില്ലേ? ഇത് മൂന്നാറല്ലേ? ജസ്റ്റ് മൂന്നാർ എൻട്രി. നമ്മള് വട്ടവടയിലാണ് കേട്ടോ പോകുന്നത്. സത്യത്തിൽ എനിക്കറിയില്ല. നമ്മള് വട്ടവടയിൽ ആദ്യമായിട്ടല്ലേ പോകുന്നത്? വട്ടവടയിൽ ആദ്യമായിട്ടല്ലേ? ഞങ്ങൾ നമ്മള് മൂന്നാറല്ലേ പോയിട്ടുള്ളൂ. വട്ടവട അറിയില്ലല്ലോ അല്ലേ? വട്ടവട പോയിട്ടില്ല. വട്ടവടയില് അങ്ങനെ ആദ്യമായി നമ്മൾ വട്ടവടയിൽ പോകുന്നു. ആമി ഹാപ്പി അല്ലേ? എന്നിട്ട് എന്താണ് ഇങ്ങനെ സാഡായിട്ട് നിക്കുന്നേ? എന്തൊരു ബ്ലോക്ക് ആണ്. അല്ലെങ്കിൽ ഈ വണ്ടി കയറി പോയി നമ്മുടെ വീട്ടിൽ പോയി ഇറങ്ങണം. നമുക്ക് എന്തൊരു ബ്ലോക്ക് ആണ് നോക്ക്. എന്തോരം വണ്ടികളാ ഇത് ഇതിനകത്ത്. ഈ ശനി ഞായർ ദിവസങ്ങളില് ഡ്രോൺ വീഡിയോസ് അവൈലബിൾ. ഒരു രക്ഷയില്ല. കിട്ടില്ലായിരിക്കും കേട്ടാ. ഇവിടെ ഫോട്ടോ തേയിലയുടെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ തേയില നുള്ളുന്ന ചേച്ചിമാരെ പോലെ തലയിൽ ഇങ്ങനെ തുണിയൊക്കെ കെട്ടിയിട്ട് ഫോട്ടോ എടുത്തു തരും. ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. വേണ്ട ചേട്ടാ 7000 രൂപ. ജീപ്പിന് 4000 രൂപ. ഓ 6 സ്ഥലത്ത് കൊണ്ടുപോകും. ഇവിടെ ഈ 7000 രൂപ ജീപ്പ് റൈഡിന് 4000 രൂപ കേട്ടോ. 4 7 ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്നും വേണ്ട, നമുക്ക് നടന്നു പോവാം. ഈ സമയത്തും ഇതുണ്ട് കേട്ടോ, ഫോഗ് ഉണ്ടോ? ക്യാമറയിൽ എത്രത്തോളം കിട്ടണോന്നറിയില്ല. എന്തായാലും നല്ല മഞ്ഞുണ്ട് കേട്ടോ ഈ ടൈമിലും. അല്ല ഒരു 10 മണിയായപ്പോ 10:30 ആയിപ്പോ. അതാ പറഞ്ഞ 10:30 കഴിഞ്ഞു. ഓ ശരി, കറക്റ്റ് സമയമൊന്നും വേണ്ട. 10:30 കഴിഞ്ഞു. നിർത്താൻ വേണ്ടിട്ടാവും കേട്ടോ. ഹലോ ആമിക്കുട്ടാ ഹായ് പറ. ഹായ്. എവിടെയാ നിക്കണേ? ഇവിടെ
സ്ഥലത്തിന്റെ പേരെന്താ? മൂന്ന് ആറുണ്ട്, അതാണ് ഇതിന് മൂന്നാർ എന്ന് പേര്. മതി, കുറച്ചങ്ങോട്ട് പാക്കാൻ കിട്ടും. മോള് ക്ലാസ് എടുത്തില്ലല്ലേ? അത് വെച്ചോ തൽക്കാലം. ഇപ്പം കേട്ടെ ഇറങ്ങി പൈനാപ്പിള്, കോണ്, കൊച്ചു കോണാണ് ചോദിക്കണേ. കോണ് പെട്ടെന്ന് എങ്ങനെയുണ്ടോ പൈനാപ്പിൾ? പറഞ്ഞാൽ നമ്മളിവിടെ വന്നതൊക്കെ കഴിക്കണ്ട എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ കഴിച്ചു പോകും. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇവിടുത്തെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഉപ്പിലിട്ട പൈനാപ്പിളും ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. ആ ചേട്ടൻ്റെ മുടി നോക്കിയാൽ എൻ്റെ ബാക്കിൽ വണ്ടി വന്ന് നിൽക്കുന്നത്. ചേട്ടൻ്റെ മുടി നോക്കിയാൽ നൈസ്. അയ്യോ താഴെ പോയോ? ആമിക്കുട്ടിയുടെ എന്താ ഒമിറ്റയ്യോ? ആമിക്കുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ടാവും? എന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടാ? ഇപ്പം ആര് വരും? അമ്മയുടെ ഫ്രണ്ട് വരും. ചേച്ചിമാര് കണ്ടോ തേയില പറിക്കുന്നത്? തേയില പറിച്ചിട്ട് ചാക്കിലാക്കുന്നുണ്ടോ? എൻ്റെ ബാക്കിൽ അടിച്ചരാം. ഒരു വെയിലാണ് ഗൈസ്, ഒരു രക്ഷയില്ല. വെയിൽ കണ്ട സൂര്യ നമ്മുടെ ഉച്ചിയിൽ വന്നിരിക്കുക. വെയിലത്ത് നമുക്ക് എന്തിൻ്റെ കേടാണ് വെയിലത്തിറങ്ങാൻ. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത്, പ്രത്യേകിച്ച് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. എന്ത് കൈമാറ്റം? ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ജോയിൻ ആയി. അപ്പോൾ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അവരെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ വട്ടവട എത്താനായിട്ട് 1.5 മണിക്കൂറും കൂടി ഉണ്ട്. 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വട്ടവടയിലെത്തും. അതെ, എൻ്റെ കൂടെയുള്ള ഇതാ പോണ BMW കേട്ടോ, അതാണ് നമ്മുടെ കൂടെയുള്ള ഒരു പാർട്ടി. ഒരു പാർട്ടി വേറെ വഴിക്ക് പോയി. അവരെവിടെ എത്തിയിട്ടോ, അവരെ നമ്മളിനി എപ്പോൾ കാണും?
അവര് വേറെ വഴിയിലേക്ക് പോയി തിരിഞ്ഞിപ്പോ വരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാർ നമ്മള് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലല്ലോ. നോ പ്ലാൻസ്. അവിടെ പോവാ, അവിടെ കേറാ, റൂമിൽ കേറി ഇരിക്കുക. ഇതാണ് നിലവിലെ പ്ലാൻ. സ്വിമ്മിംഗ് പൂളിൽ പോകും. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടോ? ക്യാമ്പ് ഫയർ ഉണ്ട്. അങ്ങനെയാണ്. കണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മള് വീക്കെൻഡില് മൂന്നാറ് വന്നാലുള്ള അവസ്ഥയാണിത്. അവിടെ മുതലേ ബ്ലോക്ക് 8 മിനിറ്റ് 12 മിനിറ്റ് 7 മിനിറ്റ് അങ്ങനെ ബ്ലോക്ക് നിന്നാണ് വന്നല്ലേ. ഒരു കാരണവശാലും നമ്മള് ശനി ഞായറും ഇങ്ങോട്ടേക്ക് വരരുത്. പക്ഷെ നമുക്ക് അവധി ശനി ഞായറായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഭയങ്കര ബ്ലോക്ക്. നമ്മള് നിന്നാണ് വരുന്നത്. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ, രാവിലെ ഒരു 6:45 ഇറങ്ങിയതാണ്. നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4-4.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയും 2 മണിയാവാൻ പോകുന്നു, എന്നിട്ട് മൂന്നാർ എത്തിയിട്ടില്ല ഗൈസ്. കാരണം അത്രയും ബ്ലോക്കാണ്. ഞാൻ ബ്ലോക്ക് കാണിച്ചു തരാട്ടോ. നമ്മള് നോക്ക്, അവിടെ നിന്ന് ഇനി വണ്ടി വരാൻ പറ്റില്ല. കണ്ടോ, മൊത്തം ബ്ലോക്കാണ്. നമ്മള് ആ ബ്ലോക്കൊന്നും നിൽക്കാണ്ടാണ് പോകുന്നേക്കണേ. എന്നിട്ട് ഇവിടെ ഇനിയിപ്പോൾ അവിടെ നിന്ന് വണ്ടി വരാൻ പറ്റില്ല. ഇവിടെ നിന്ന് കുത്തിക്കയറ്റി വണ്ടി വരുമല്ലോ നമുക്ക്. ആ അതെ, അവനവിടെ കുത്തിക്കയറ്റി. വിശ്വാസമാണല്ലോ ആദ്യം കയറിയണം. അതിന്റെ പുറകിലേക്ക് എല്ലാവരും കൂടി പോയി. ആമിക്കുട്ട നമ്മൾ പെട്ടു ഗൈസ്. നമ്മൾ പെട്ടു, കൂടെ ബ്ലോക്കിൽ പെട്ടു. ബ്ലോക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റുകളായിട്ടുണ്ടാവില്ലേ ബ്ലോക്ക്. 15 മിനിറ്റോളം ബ്ലോക്ക്. അവിടെ നിന്നേ ബ്ലോക്കാണ്. നമ്മൾ ഇങ്ങനെ മുട്ടിയാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ ബ്ലോക്ക്. പക്ഷെ നമ്മുടെ ഗൂഗിളുമായി ബ്ലോക്കൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ മൂന്നാർക്ക് വരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വെളുപ്പിനേ വരാം. നമ്മൾ രാവിലെ ഒരു 6 മണി 7 മണിയാകുമ്പോഴേക്കും മൂന്നാർ എത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോരാം. ഒരു 7 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഗൈസ് ബ്ലോക്കിൽ പെട്ട് വെറുത്തു പോകും നമ്മൾ. ഇപ്പം ഞങ്ങൾ ഏതാണ്ട് അവധി അവസ്ഥയിലാണ്. ബ്ലോക്കിനുണ്ടല്ലേ, എന്തൊരു നേരം ബ്ലോക്ക്. രാവിലെ ഇറങ്ങിയതാ, വെളുപ്പിന് ഒരു 6:45-6:00 ഇറങ്ങിയതാ. പോവാം. 2 വീലറിന് വരാണെങ്കിൽ സുഖമായിരുന്നു അല്ലേ. 2 വീലർ നോക്ക്, നല്ല കൂളായിട്ട് ബൈക്കിൽ പോകുന്നത്. കാറിൽ വന്നവർക്ക് പെട്ടു ഗൈസ്, നമ്മൾ പെട്ടു. ആമിക്കുട്ടാണ് ആസ് യൂഷ്വൽ തുടങ്ങി പരിപാടി. നോക്കൂ കുട്ടി, ഗെയിമർ. ഷോ എന്റെ ക്ലൈമറ്റ് മാറിയപ്പോ തന്നെ എന്റെ മുഖത്ത് കുരുക്കളൊക്കെ വന്നപ്പോ നോക്കി. അവിടുന്ന് കുറെ വണ്ടിയിൽ ഇങ്ങോട്ട് വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ മിക്കവാറും കുറച്ചുമ്പോ നമ്മൾ അങ്ങോട്ട് വിടുമായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. ഇതൊരു കഷ്ടമല്ലേ. നിങ്ങളൊന്നും പറയാം. ക്യാരറ്റ് നോക്കും. ഹായ്, ക്യാരറ്റും ബീട്രൂട്ടും. ഇതേടെ പോലെ ക്യാരറ്റും ബീട്രൂട്ടും നോക്കടാ. ക്യാരറ്റും ബീട്രൂട്ടും നോക്കടാ. ഈ വല്ലതും കാണുന്നുണ്ടോ? ക്യാരറ്റ് വേണം, ബീട്രൂട്ട് വേണം. ഓ എത്ര മിനിറ്റ് ആയിരുന്നോ? ഓ ഇത് നെറ്റ്വർക്ക് ഇല്ല, ബ്ലോക്ക്, വെയില്. ഉച്ചക്ക് ഫുഡ് കഴിച്ച് വന്നിരിക്കുന്ന, അതും ബിരിയാണി. നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി ഉറങ്ങിയാലോ. എന്തായാലും അടിപൊളി. 2 മണിക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിന്ന ടീമാണ്. അവർക്കണ്ട, അവർ ആ ബ്ലോക്കിൽ നിന്നിട്ട് ആ ചേച്ചി ബ്ലോക്കിൽ നിന്ന് ക്യാരറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ വേണം.
എന്നിട്ട് ആ ബ്ലോക്ക് നീങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ചേച്ചി വന്ന് ക്യാരറ്റ് മേടിച്ച് തിരിച്ച് ആ വണ്ടിയിൽ കയറി, എന്നിട്ടും വണ്ടി അനങ്ങിയിട്ടില്ല. അതാണ് ആ ചേച്ചിയുടെ കോൺഫിഡൻസ്. പാട്ടൊക്കെ പാടി തകർക്കണ. അവസാനം നമ്മളെ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് കയറി. ഇവിടെ നമ്മള് ചെക്ക് പോസ്റ്റിന്റെ അവിടെ ആക്കണ ആ ഉദ്യോഗസ്ഥൻ പറയാണ്, നിങ്ങളെവിടെയും വണ്ടി നിർത്തരുത്, ഫോറസ്റ്റ് ഏരിയ ആണ്, മൃഗങ്ങൾ ഉണ്ടാകും. പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു. നീ എന്തുകൂടി പറയുന്നേ? പുലി ഇറങ്ങിയെന്നാ? പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലി ഇറങ്ങിയിട്ടുണ്ട്. എവിടെ വണ്ടി നിർത്തരുതെന്ന്. പിന്നെ രാവിലെ 6 മണിക്ക് ശേഷമേ പുറത്തിറങ്ങാവൂന്ന്. ഓ മൈ ഗോഡ്, പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ കാട് നീ എവിടെ കേട്ടോണയാ? ഞാൻ കേട്ടെന്ന് അവള് പറയണു. ഉണച്ചി പേടിയുണ്ടല്ലേ? സത്യം പറ. ഇപ്പൊ പുലി ഇറങ്ങിയ ആമ എന്ത് ചെയ്യും? ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഒട്ടിപ്പുലി വ്യൂടാ, കിടലും വ്യൂ. കറക്റ്റ് ബസ് ഫ്രണ്ടിലാന്നല്ലോ. ആ ബസ്സിലെങ്കിൽ അടിപൊളിയായിരുന്നു. Do not enter inside gravity. Grassland. പറ, ഇപ്പൊ പുലിനെ കണ്ടാൽ ആമിക്കുട്ടി എന്ത് ചെയ്യും? ഏട്ടൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ വീഡിയോ എടുക്കും പുലിയുടെ. ഇതുവരെ എന്തോരം കാട്ടി പോയിട്ടും ഒരു പുലിയെ പോലെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ അപ്പൊ ഇവിടെ കാട്ടുപോകും. അപ്പൊ പിന്നെ പുലിക്ക് നമ്മളെ പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ പുലിനെ കണ്ടാ ഞാൻ ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും എടുത്തെടുത്ത് സെൽഫി കൊടുക്കും, ഞാനും പുലിയും കൂടി. അതാണ് എന്റെ പ്ലാൻ. പുറത്തിറങ്ങിയിട്ടല്ല, ഞാൻ വണ്ടിയുടെ ഉള്ളിൽ, പുലി അവിടെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അകത്തിരുന്നെടുക്കും. ഗ്ലാസ് ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല. ഗ്ലാസ് ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല. അമ്മേ, അതിനുള്ള ശക്തിയൊന്നുമില്ല പുലിക്ക്. ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റുമോ പുലിക്ക്? നോക്കട്ടോ, പറ്റൂലടാ. നമ്മള് സേഫാടാ. ആണോ? മനുഷ്യനെക്കാട്ട് വരുന്നുണ്ട്. 97 കിലോ 130 കിലോ ഒക്കെ ഉണ്ടാവും. കാര്യം നടക്കാനുള്ള ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് വേണം അടുത്ത പോസ്റ്റ്. മഴയായി
ആ പച്ചച്ചോട്ടല്ലേ ഈ ബസ്സിൽ ദൈവമേ ദൈവമേ ഇത് ഭയങ്കര ഓഫ് റോഡ് എന്ന് പറയാ. എന്താണ് മക്കളെ ഓഫ് റോഡ്? കുണ്ടും കുഴിയും വട്ടവട. നമ്മളിവിടെ വന്നു കഴിഞ്ഞാ നമ്മളെ വട്ടം തിരിഞ്ഞ് വടയാകും നമ്മള്. എന്തൊരു കുണ്ടും കുഴി കണ്ടോ? രാവിലെ അങ്ങനെ നമ്മൾ വൈകുന്നേരം രാവിലെ 6:45 12 മണിക്കൂറായി നമ്മള് യാത്ര. ഒരു മൂന്നാർക്ക് വന്നതാ. 4 മണിക്കൂർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ 12 മണിക്കൂർ എടുത്ത്. ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, വീക്കെൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് സംഭവിച്ചതാ. ബ്ലോക്ക് കുലുക്ക കുലുക്ക നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് ഈ കുലുക്കം. കുലുക്കിത്തക്കത്ത കുലുക്കിത്തക്കത്ത കുലുക്കിത്തക്കത്ത. എന്റെ പൊന്ന് ഗൈസ്, നമ്മളിപ്പോ എവിടെയാണത്? എത്താത്ത എന്താണത്? എത്താത്ത എന്താണത്? പറയ് പറയ്. പ്ലാനർ പറയ്, എന്താത്ത? 12 മണിക്കൂർ ആകുമ്പോ എത്തും. 12 മണിക്കൂർ ആവാൻ ഇനി വെറും 6 മിനിറ്റ് കൂടി ഉള്ളു. അപ്പോ മതി. മതി. വട്ടവാട വട്ടം തിരിഞ്ഞ് വാട. ഇത് എവിടെയാണ് ഗൈസ് നമ്മളീ പോണത് അല്ലേ? ഒരു ട്രിപ്പ് സത്യം പറഞ്ഞ വെളുപ്പിന് ഇറങ്ങണമായിരുന്നു. നമ്മളൊരു 3 മണി 4 മണി. അത് രാവിലെയാണ്, വെളുപ്പിനല്ല. രാവിലെ 6:45 രാവിലെയാണ്, വെളുപ്പിനല്ല. നമ്മള് ഒരു 3 മണി 4 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു 2 മണിക്ക് ഇവിടെ കയറായിരുന്നു. ഇതിപ്പോ നടുക്കനാണെന്ന് വെച്ചേക്കണല്ലേ അവര്. വെറുതെ ഒരു ചിരിക്കാണ് പ്രാണ്ട് പിടിച്ചിട്ടും. ഇനി ഇവയും പ്രാണ്ട് പിടിച്ചു. ഇത് മണ്ട. ഇത് ഗുഡ്. ഇത് ഗുഡ്. ഇത് ഗുഡ്. കഴുത ഇത് മണ്ട. അവസാനല്ലേ? പിന്നെ ഇങ്ങനെ നേരെ പറപ്പിച്ചു പോയി. ഇതിനെ കൂടി അയ്യോ ഈ വഴി എന്താ തീരാത്തെ? പൊന്നോ, മനുഷ്യര് പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. വട്ടവടയിലെ കാര്യം പറഞ്ഞ കേട്ടോ. ഒരു തവണ വന്ന് പെട്ടുപോയി, ഒരാൾ വന്നുപോയി. ഒരു തവണ വന്നവരെ വരുള്ളൂ. എത്തിയടാ, തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. നമ്മുടെ നോയൽ ക്യാമ്പ് എത്തിയടാ. കണ്ടു മേടിച്ച് അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞതാ. ഞങ്ങള് നോയൽ ക്യാമ്പിലേക്ക് എത്തി. ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. ഞങ്ങൾ പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കറക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറേ നാളുകൾക്ക് ശേഷം ഫ്രണ്ട്സിനെ എല്ലാവരും കാണാണ്, കണ്ട് സംസാരിക്കാം, ഫാമിലി ആയിട്ട് പോവാം, അങ്ങനെ ചുമ്മാ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കാണാം.